ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നമ്മൾ ട്രിപ്പ് പോകുന്ന കാര്യം. അപ്പോൾ ഇതേണ്ട ഞങ്ങൾ ഫസ്റ്റ് പോയി ഇവരെ കൂട്ടിയിട്ടോ. ഞങ്ങൾ 3:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് ഫസ്റ്റ് ഇവരെ കൂട്ടി, രണ്ടാമത് അടുത്ത ചേട്ടൻ ചേച്ചിനെയും കൊച്ചിനെ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോയിട്ടോ. ഞങ്ങൾ ട്രിപ്പ് എവിടെയാണ് പോകുന്നത് വെച്ചാൽ നമ്മുടെ സ്വന്തം ഊട്ടി. അപ്പോൾ ഇതേണ്ട ഞങ്ങൾ പോയത് 20-ാം തീയതി രാവിലെ ആയിട്ടോ പോയത്. 4 മണിക്ക് ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പം 2 ദിവസത്തെ ടൂറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പം എല്ലാ ലഗേജും വെള്ളം അത് ഇതൊക്കെ എല്ലാം എടുത്ത് ഞങ്ങൾ സെറ്റാക്കി ഞങ്ങൾ വേണ്ടേ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഈങ്ങാപ്പുഴയിൽ നിന്ന് കോഴിക്കോട് ഈങ്ങാപ്പുഴ കേട്ടോ, ഈങ്ങാപ്പുഴയിൽ നിന്ന് ഊട്ടി വരെയുള്ള യാത്ര. അപ്പോൾ ഇതേ ഫസ്റ്റ് ഞങ്ങൾ അടിവാരത്ത് പെട്രോൾ പമ്പിൽ കയറി ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് പിന്നെ ഞങ്ങൾ വേണ്ടേ പോവാട്ടോ. ഞങ്ങളൊരു 6:30-7 മണിക്ക് ആകുമ്പോഴേക്കും നമ്മൾ ഗോഡല്ലൊരു ഭാഗം എത്തിയിട്ടോ. ഞങ്ങളുടെ നേരം വെളുത്ത് അവിടെ ഫുള്ള് തേയിലത്തോട്ടോ. അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. അവിടെ നിന്ന് പിന്നെ നമ്മൾ ചായ എല്ലാം കുടിച്ചു കിട്ടോ. എന്നപ്പോഴേക്കും നേരം പതുക്കെ വെളുത്ത് തുടങ്ങി. ഇവിടുത്തെ പോലെ കടകളൊന്നും അവിടെ നേരത്തെ തുറക്കുകയില്ല. ഞങ്ങൾ കുറേ ചായ കുടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ റോഡ് സൈഡിലാണ്, അപ്പോഴും കട തുറന്നില്ല. അവർ ഞങ്ങൾ വന്നൊക്കെ ഒരുമിച്ചാണ്. അപ്പോഴും നമ്മുടെ ഇവിടുത്തെ പോലെ നേരത്തെ കട തുറക്കില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്ന് വേണ്ടേ ചായ എല്ലാം കുടിച്ച് നമ്മുടെ സാധാ അപ്പം അങ്ങനെ കിട്ടില്ലല്ലോ, വഴി സൈഡിലുണ്ട് എണ്ണക്കടികൾ ബിസ്ക്കറ്റ് അങ്ങനത്തേക്ക് ഉള്ളൂ. അതൊക്കെ കഴിച്ച് കണ്ട് നല്ല മഞ്ഞുണ്ട് കേട്ടോ. അതെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെയും പോയി. അങ്ങനത്തെ വേണ്ടേ മുതുമല ഫോറസ്റ്റ് ഡിവിഷന് അങ്ങോട്ട് നമ്മൾ കടന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ മൃഗങ്ങളെയൊക്കെ കാണുന്നൊക്കെ വിചാരിച്ച് കുറേ കണ്ടു കേട്ടോ. മാനിനെ കണ്ടു, മയിലിനെ കണ്ടു. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു ആന വന്നു കേട്ടോ. ഞങ്ങളാരും പെട്ടെന്ന് ആനനെ കണ്ടില്ല. ഒരു തിണ്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നതാട്ടോ ആന. ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ വേണ്ടേ പിന്നെ ഞങ്ങൾ മയിലിനെ കണ്ടു. പിന്നെ നമ്മൾ മസിനഗുഡി വഴിയാട്ടോ ഊട്ടി പോകുന്നത്. നമ്മൾ കുറേ വഴിയുണ്ട്. ഇവിടെ നമുക്ക് മേപ്പാടി വഴി പോവാം. അങ്ങനെ കുറേ വഴികളുണ്ട്. പക്ഷെ ഞങ്ങൾ പോയത് മസിനഗുഡി വഴിയാട്ടോ. അങ്ങനെ വേണ്ട ഇതാണ് മസിനഗുഡി എൻട്രൻസ് കേട്ടോ. ഈ പൂക്കളൊക്കെ വിരിച്ച റോഡില്ലേ, അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് വലതുവശത്തേക്ക് കേട്ടോ ഈ റോഡുള്ളത്. അങ്ങനെ ഞങ്ങൾ മസിനഗുഡി എൻ്റർ ചെയ്തു. അത് പിന്നെ ഫുള്ള് ഉണങ്ങി കണ്ടോ, മയിലിനെ കണ്ടോ. ഞങ്ങൾ കൂടുതൽ മയിലിനെയും മാനിനെയും കേട്ടോ കണ്ടത്. നമ്മുടെ അടുത്തിങ്ങനെ വന്ന് നിൽക്കും, കാരണം ഫുഡൊക്കെ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ വേണ്ടേ ഒരു 8 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കണ്ടു. ഇവിടെയൊക്കെ കടകളൊക്കെ തുറക്കുന്ന 9 മണി കഴിയുമ്പോഴേ കടകൾ തുറക്കുക. നമ്മളുടെ പോലെ ഇവിടെ 6 മണി 7 മണി ആകുമ്പോഴൊന്നും കടകൾ തുറക്കില്ല കേട്ടോ. അങ്ങനെ വേണ്ട ഞങ്ങൾ നമ്മുടെ മസിനഗുഡി ഫോറസ്റ്റില്ലേ, പക്ഷേ പച്ചപ്പ് ഇപ്പം ഫുൾ വേനലായതുകൊണ്ട് ഒരു പച്ചപ്പ് പോലെ ഫുൾ ഉണങ്ങി നിൽക്കുക കേട്ടോ. മരങ്ങളാണെങ്കിലും ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുക. നമ്മുടെ കള്ളിമുൾ ചെടി വരെ ഉണങ്ങിപ്പോയി. ഇതാട്ടോ നമ്മുടെ റീൽസിലൊക്കെ കണ്ട പാലത്തിൻ്റെ അവിടെ നിന്നൊരു വ്യൂ ഇല്ലേ, നമ്മുടെ ഫേമസ് ആയ റീല്, അതിൻ്റെ വ്യൂ കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഫുൾ പച്ചപ്പൊക്കെ മഴയുള്ള സമയത്ത് വന്നാൽ നല്ല രസമുണ്ടാവും. അപ്പം എന്നാലും മരങ്ങളൊക്കെ പച്ചപ്പുണ്ട്, നിലമൊക്കെ ഫുള്ള് ഉണങ്ങി കിടക്കാം കേട്ടോ. വെള്ളമൊന്നും ഇല്ലാണ്ട് ഇവിടെ മഴയൊന്നും വരും. നമുക്കിപ്പോഴൊക്കെ പിന്നെ കുറച്ച് മഴ പെയ്തു. പിന്നെ നമ്മൾ കയറിയത് ഒരു 36 ഹെയർ പിന്നുള്ള ചുരമുണ്ട് കേട്ടോ. അതാണ് നല്ല സംഭവം. കാരണം ആ റോഡിൽ അങ്ങനെ വലിയ നമ്മുടെ ഇവിടുത്തെ പോലെ തിരക്കുകളൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കും. ഞങ്ങൾ രാവിലെയാണല്ലോ പോയത്. കണ്ടോ, നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ, വെയിലൊക്കെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് 36 ഹെയർ പിന്നുള്ള സ്ഥലത്തേക്ക് ആ സ്ഥലം വഴിയായിട്ട് നമ്മൾ പോയത്. അങ്ങനെ ഹെയർ പിന്നെല്ലാം കഴിഞ്ഞ് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമുക്ക് ആസ്വദിക്കണ്ടേ, വീഡിയോസ് എടുത്ത് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. നമ്മൾ പോയ വഴി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തുള്ളൂ. അങ്ങനെ വേണ്ടേ നമ്മൾ ആ മലേൻ്റെ അപ്പുറത്താണ് നമുക്ക് ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ശരിക്കും മലിൻ്റെ അപ്പുറത്ത് തന്നെ ചെല്ലണോ എന്ന് വിചാരിച്ചു. അവിടുത്തെ ഊട്ടിൽ പ്രത്യേകത ഈ അടുക്കി വെച്ച വീടുകളാട്ടോ. അത് ഒരു പ്രത്യേക സംഭവമാണത്. അങ്ങനെ വേണ്ട മലേൻ്റെ ഒരു ഭാഗം ഞങ്ങൾ എത്തിയിട്ടോ. ഹെയർ പിൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയത് പൈൻ ഫോറസ്റ്റിലാട്ടോ. കാരണം മല അപ്പോഴത്താണ് ഈ ഭാഗം വരുന്നത്, ഊട്ടി മെയിൻ ഭാഗം. അങ്ങനെ വേണ്ട ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് കടന്നു. അവിടുന്ന് പിന്നെ അതിൻ്റെ താഴെ വലിയൊരു തടാകം എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് കറക്റ്റ് പച്ചവെള്ളം, നമ്മൾ പച്ചവെള്ളം എന്ന് പറയുമ്പോഴും പച്ച കളറില്ലേ, അതേ പച്ച കളർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് തണ്ടർ വേൾഡിലാണ്. എൻ്റെ മോനെ അതൊരു പൊളി വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാ ഇതിൽ കയറിയില്ല, കാരണം പിന്നെ നമ്മൾ കുറേയൊക്കെ നമുക്കറിയാലോ. ഞങ്ങൾ കയറിയൊരു സംഭവം എൻ്റെ മക്കളെ, അത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അവിടെ കോംബോ ഓഫറുണ്ട്, അല്ലാണ്ട് നമുക്ക് സിംഗിളായിട്ട് വേണം കയറാം. മെയിനായിട്ട് നമുക്ക് 50 രൂപയാണ് എൻട്രൻസ് ഫീസ് വരുന്നത്, കുട്ടികൾക്ക് വല്ലവർക്കൊക്കെ കേട്ടോ. അപ്പോൾ വേണ്ടേ ഓരോരോ വിഭാഗമുണ്ട്. ഇപ്പം നമുക്ക് കയറണമെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ് കാറ് കണ്ടോ, ആ കിടക്കുന്ന കണ്ടോ, ഒരു കൊച്ചിനെ കൊണ്ട് പോകുന്ന കേട്ടോ ആ വണ്ടി.
അപ്പം അത്രയും ഭാഗത്ത് പിന്നെ നമുക്ക് എന്താ പേടിക്കുന്നൊരു സംഭവമുണ്ട്. ഇത് 5D. ഞങ്ങൾ കയറിയത് 5D തിയേറ്ററിൽ. എൻ്റെ മക്കളോ ഒന്നും പറയണ്ട. ഞങ്ങൾ ആദ്യം വിചാരിച്ചു വലിയ സംഭവം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വേണ്ട ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ നിരനിരയായിട്ട് വന്നു. കയറി ബെൽറ്റൊക്കെ ഇടണം കേട്ടോ. നമ്മൾ കസാര ഇരിക്കുമ്പോൾ കൂടുതൽ വീഡിയോസ് പറ്റില്ല, കാരണം നമുക്ക് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഫസ്റ്റ് കയറി നമ്മൾ കസാര കയറിയിരുന്ന സീറ്റ് ബെൽറ്റ് ഇടണം. പിന്നെ നമ്മൾ കണ്ണാടി ഉണ്ട്, അതെടുത്ത് വെക്കണം. കുഞ്ഞുമുത്താണെങ്കിൽ കാറ് പൊളിക്കരുത്, കാരണം കണ്ണാടി ഇല്ലാതെ തന്നെ വെച്ചിട്ട് അവൾ ഭയങ്കരമായിട്ട് എന്താ പേടിച്ച് പോയിട്ടോ. നമ്മൾ ട്രെയിനിൽ പോകുന്നൊരു ഫീലാണ് വീതിക. അത് കഴിഞ്ഞ് ഞങ്ങളത് അവിടെ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ ബെഞ്ച് മാർക്ക് ടീ കോഫി ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉച്ച കഴിഞ്ഞ് അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. അതാ പറഞ്ഞത് കൂടുതലായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അതിനിടയ്ക്ക് കഴിച്ചായിരുന്നു. ഇതെൻ്റെ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി, ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി കേട്ടോ. അങ്ങനെ നമ്മളുടെ 2 ഫാക്ടറികളുണ്ട്. ഫസ്റ്റത്തെ പോയി 2ാമത്തെ കേട്ടോ നമ്മൾ പോയത്. നമ്മളിതിനു മുമ്പ് വീഡിയോയിൽ കണ്ടായിരുന്നു. ഫസ്റ്റ് ഫാക്ടറിയിൽ നമ്മളൊരു ഗ്ലാസിൻ്റെ അപ്പുറത്ത് വെച്ചാണ് നമുക്ക് കാണാൻ പറ്റുക, നേരിട്ട് കാണാൻ പറ്റത്തില്ല എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ 2ാമത്തെ ഫാക്ടറി പോയി കണ്ടോ. ഈ കാണുന്നുണ്ട് 2ാമത്തെ ഫാക്ടറി, ടീ ഫാക്ടറി. ആദ്യം കണ്ടത് ഫസ്റ്റ് ഫാക്ടറി കേട്ടോ. അപ്പോൾ നമ്മൾ വേണ്ടേ അവിടെ കയറി നമ്മുടെ എൻട്രൻസ് ഫീസൊക്കെ അടച്ച് വേണ്ടേ. നല്ല വ്യൂ കേട്ടോ. അതിൻ്റെ മേലെ കയറി നിന്നാൽ ഇവിടുത്തെ ഒരു പ്രദേശം മൊത്തം കാണും നമുക്ക്. ഏകദേശം അടിങ്ങി വെച്ച വീടുകളും ബിൽഡിങ്. പക്ഷേ നമ്മുടെ ഇവിടെ വലിയ ബിൽഡിങ്ങൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേണ്ടേ ഇത് ടീ ഫാക്ടറിയിലെ പുറമേ നമുക്ക് വെച്ചേക്കുന്ന എക്സിബിഷൻ പോലത്തെ സംഭവം കേട്ടോ. അവിടുത്തെ മെഷീനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചായപ്പൊടി ഉണ്ടാക്കുന്നത് അങ്ങനത്തെ കേട്ടോ. അങ്ങനെ വേണ്ടേ ആ മെഷീൻ ഇതെല്ലാം കണ്ട് കഴിഞ്ഞ് 2 മെഷീൻ കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ എൻട്രൻസ് ഫീസ് എടുത്ത് ഞങ്ങൾ 8 പേരല്ലേ പോയത്. അപ്പോൾ അവിടെ കൊച്ചിനും എടുത്തു കേട്ടോ. 50 രൂപയാവും കേട്ടോ എനിക്ക് തോന്നുന്നു. കൊച്ചിനെടുത്തോ ഓർമ്മയില്ല കേട്ടോ. കാരണം ടിക്കറ്റ് സംഭവങ്ങളൊന്നും നമ്മളല്ല കൈകാര്യം ചെയ്യുന്നത്, ചേട്ടയൊക്കെ ആയതുകൊണ്ട് ടിക്കറ്റിൻ്റെ റേറ്റിൽ എന്തായാലും വലിയ പൈസ ഒന്നുമില്ല. 50 രൂപ 30 രൂപ അത്രയൊക്കെ റേറ്റ് എല്ലാ ഇതിനും കേട്ടോ. പിന്നെ ചിലതിന് കൊച്ചിനെടുക്കുന്നില്ല, 10 വയസ്സിനും 5 വയസ്സിനും താഴെയുള്ളവർക്ക് എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ പിന്നെ ക്യാഷ് സ്വീകരിക്കില്ല കേട്ടോ. ഒന്നെങ്കിൽ കാർഡ്, ഗൂഗിൾ പേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അതെല്ലാം കഴിയുന്നതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറി പിന്നെ അവിടുത്തെ മെഷീൻ്റെ ഓരോ പ്രവർത്തനങ്ങളാട്ടോ. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അടുത്ത എപ്പിസോഡിലിടാം. എല്ലാം കൂടെ ഒറ്റ വീഡിയോയിലായിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലല്ലോ. പ്രേക്ഷകരായ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ ഇടാട്ടോ. അങ്ങനെ വേണ്ട ഞങ്ങളെല്ലാം കൂടെ ഉള്ളിൽ കയറി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.